പ്രകൃതി സംരക്ഷണം. നമുക്ക് കിട്ടിയ വരദാനമാണ് പ്രകൃതി. പ്രകൃതി നമ്മുടെ അമ്മയാണ്. സകല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത് പ്രകൃതിയെ ആശ്രയിച്ചാണ്. പ്രകൃതിയാണ് നമ്മുടെ ജീവൻ്റെ ഉറവിടം. പക്ഷേ നാം പലവിധത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജീവജാലങ്ങളുടെ മാത്രമല്ല, മനുഷ്യൻ്റെ തന്നെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്നു. ജീവന് നിലനിൽപ്പിന് ആവശ്യമായ ജീവവായു മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗമാണിതിന് കാരണം. വാഹനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന വാതകങ്ങളും മാലിന്യങ്ങളും ശുദ്ധവായുവിനെ മലിനപ്പെടുത്തുന്നു. ജീവനെ നിലനിർത്താൻ വായു പോലെ തന്നെ മറ്റൊരു അവശ്യ ഘടകമാണ് ജലം അഥവാ വെള്ളം. മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പ്രവർത്തികൾ നിമിത്തം ജലം മലിനമാകുന്നു. ഫാക്ടറികളിൽ നിന്നുമുള്ള മാലിന്യം, വീടുകളിൽ നിന്നും മറ്റുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവയെല്ലാം ജലസ്രോതസ്സുകളിൽ എത്തുന്നത് കാരണം അവ ജലത്തിൻ്റെ ശുദ്ധത ഇല്ലാതാക്കുകയും ജീവികൾക്ക് വംശനാശ ഭീഷണിക്ക് ഇടയാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആരോഗ്യ പ്രകൃതി നൽകുന്ന ആഹാര സാധനങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ കൃഷിസ്ഥലങ്ങൾ നശിപ്പിച്ചും കീടനാശിനികൾ അമിതമായി ഉപയോഗിച്ചും കെട്ടിടങ്ങൾ നിർമ്മിച്ചും നമ്മുടെ ശുദ്ധമായ മണ്ണിനെ മലിനപ്പെടുത്തി അതിൻ്റെ ഫലപുഷ്ടി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയാണെങ്കിൽ വൈകാതെ തന്നെ അത് നമ്മെ സർവനാശത്തിലേക്ക് നയിക്കും. ആയതിനാൽ നമ്മുടെ നിലനിൽപ്പിന് പ്രകൃതി ഉണ്ടായേ തീരൂ എന്ന തിരിച്ചറിവ് മനുഷ്യന് ഉണ്ടാകണം. ഒരു മരം വെച്ചു പിടിപ്പിച്ചുകൊണ്ട് പുതുതലമുറ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. നന്ദി, നമസ്കാരം. പ്രകൃതി സംരക്ഷണം.